നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാൻ മട്ടാഞ്ചേരി മാഫിയ ഇറങ്ങിയിട്ടുണ്ട്. പോലീസിനും മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ സിനിമയിലെ ഷൈനെ എതിർക്കുന്നവർക്കും കൊത്തിപ്പറിക്കാൻ അങ്ങനെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഇട്ടു തരില്ല എന്ന നിലപാടിലേക്കാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എത്തിയിരിക്കുന്നത്. പരാതിയുമായി രംഗത്ത് വന്ന വിൻസി അലോഷ്യസിനെ പൂർണ്ണമായും ചവിട്ടി പുറത്താക്കുകയാണ് ഇപ്പോൾ ഈ കൂട്ടരെല്ലാവരും ചേർന്ന് നടപ്പാക്കുന്നത്. സൂത്രവാക്യം സിനിമയുടെ ടീം മുഴുവനായും ഷൈൻ ടോം ചാക്കോയുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. വിൻസി പരാതിയുമായി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കാലുവാരിയിരിക്കുകയാണ് ഈ അണിയറ പ്രവർത്തകർ ചേർന്ന്. തനിക്ക് നേരെ നടന്ന മോശമായ പെരുമാറ്റം അത് അന്ന് തന്നെ പരാതിപ്പെട്ടിരുന്നുവെന്നാണ് വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നത്. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പൂർണ്ണമായും വിൻസിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ഞെട്ടലുണ്ടാക്കുകയാണ്. ഇതോടെ വിൻസി നിയമ നടപടികൾക്ക് മുതിരുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിൻസിയുടെ വെളിപ്പെടുത്തലിന് നേരെ വിപരീതമാണ്. ഫിലിം ചേംബറിന് മുന്നിൽ ഇരു ഭാഗത്തിൻ്റെയും മൊഴികൾ നിർണായകമാകും. 5 ദിവസം മുൻപ് വിൻസി അലോഷ്യസ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു വിൻസിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ വന്നതും ഷൈൻ ടോം ചാക്കോ കുടുങ്ങിയതും എല്ലാം തന്നെ. എന്നാൽ ഇപ്പോൾ ഇരവാദം മുഴക്കുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. തന്നെ വേട്ടയാടാൻ നീക്കം നടത്തുന്നു എന്നാണ് ഷൈനും കൂട്ടരും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ ഷൈന് നേരെ ആരോപണം ഉണ്ടാകുന്നത്. പലതവണ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഷൈനെ സംരക്ഷിക്കാൻ ആരൊക്കെയോ ചേർന്ന് നീക്കം നടത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ മട്ടാഞ്ചേരി മാഫിയ ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം സംവിധായകൻ ഉൾപ്പെടെ എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു. കാരണക്കാരനായ നടനുമായി ഈ പ്രശ്നം സംവിധായകൻ സംസാരിക്കുക പോലും ചെയ്തു. ആ ഒരു നടനെ വെച്ച് സിനിമ തീർക്കേണ്ട അവസ്ഥയും താൻ കണ്ടെന്ന് വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു. അപമര്യാദയായി പെരുമാറിയ നടനെ ഇന്റേണൽ കമ്മിറ്റി അംഗം താക്കീത് ചെയ്തെന്നും വിൻസി വെളിപ്പെടുത്തിയതാണ്. സംവിധായകനും നിർമ്മാതാവും പറയുന്നതിലും വിൻസി പറയുന്നതിലും തമ്മിൽ വലിയ പൊരുത്തക്കേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായി മാറിയേക്കുമെന്ന് ഉറപ്പാണ്. അതായത് ഇപ്പോൾ സംവിധായകരൊക്കെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ഒരു പരാതി വിൻസി പറഞ്ഞിട്ടില്ല എന്നാണ്. എന്നാൽ സിനിമയിൽ പലരും സംരക്ഷിക്കാൻ നോക്കിയാലും രാസലഹരി ഉപയോഗത്തിൽ പോലീസ് കേസെടുത്തത് ഷൈൻ ടോം ചാക്കോയ്ക്ക് വിന തന്നെയാണ്. ഇത് പരിഗണിച്ച് ഷൈനിനെ സിനിമയിൽ നിന്നും വിലക്കാനാണ് സാധ്യത. കാരണം ഇപ്പോൾ വലിയൊരു വിഭാഗം സിനിമാക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തണം. ഇത്തരത്തിലൊരു നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടനെ ഇനിയും വെച്ചു പൊറുപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നാണ് ഷൈൻ്റെ മൊഴി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ 1 മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷൈൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഫിലിം ചേംബറിന് മുന്നിലുമുണ്ട്. ഈ പരാതിയിൽ താരസംഘടനയായ അമ്മ ഉടൻ തീരുമാനം എടുത്തേക്കില്ല എന്നാണ് വിവരങ്ങൾ. എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചതിന് ശേഷം നടപടിയെടുക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അമ്മ. വിൻസി അലോഷ്യസിന്റെ പരാതി വ്യാജമാണെന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ആരോപണം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നടൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിൻസി ആരോപിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഷൈൻ പറയുന്നു. സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ആരൊക്കെയോ ചേർന്ന് തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് വിൻസിയുടെ വെളിപ്പെടുത്തലെന്നാണ് ഷൈൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഷൈൻ ടോം ചാക്കോ പറയുന്നത് പോലെ വിൻസിക്ക് അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇവർ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൊടുന്നനെ അങ്ങനെ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യം എന്താണ് വിൻസിക്ക് എന്നുള്ള ചോദ്യങ്ങൾ വിൻസിയെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് കഥകൾ മുൻപോട്ട് പോകുന്നത്. അതായത് ഷൈനെ എങ്ങനെയെങ്കിലും ഊരിയെടുക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഈ ലഹരിയുടെ കൂടുതൽ ഉറവിടങ്ങൾ പോലീസിന് മുൻപിൽ വെളിപ്പെടുത്തേണ്ടി വന്നാൽ അത് ഷൈൻ വാ തുറന്നാൽ ഷൈന് മാത്രമല്ല ഷൈൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പലർക്കും പണി കിട്ടുന്ന വഴിയാണ്. മട്ടാഞ്ചേരി മാഫിയയുടെ കാര്യം ഇതിനു മുൻപും പലതവണ സിനിമയിൽ സജീവമായിട്ടുണ്ട്. അതായത് സിനിമയെ നിയന്ത്രിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയാണ് എന്നുള്ള ഒരു ആക്ഷേപം എത്രയോ കാലങ്ങളായിട്ടുണ്ട്. ഇവരാണ് ലഹരി ഒഴുക്കുന്നതെന്നും ലഹരി സുലഭമായി സിനിമാ സെറ്റുകളിൽ കിട്ടുന്നുണ്ടെന്നും പലർക്കും ക്യാരവാനിൽ ഉൾപ്പെടെ ഇരുന്ന് ലഹരി ഉപയോഗമാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും ശക്തമായി വന്നിട്ടുള്ളതാണ്.
അന്നൊന്നും കൃത്യമായ ഒരു നടപടി എടുക്കാനോ നീക്കങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനോ പോലീസിനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ വിൻസി ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് വീണ്ടും ഒരു പഴുത് പോലീസിന് കിട്ടുന്നത്. ആ പഴുതിൽ പിടിച്ചു കയറുകയാണ് പോലീസ് ഇപ്പോൾ. എന്നാൽ മട്ടാഞ്ചേരി മാഫിയ ആകട്ടെ എങ്ങനെയെങ്കിലും പോലീസിനെ ഇരുട്ടിൽ തപ്പിച്ച് ഷൈൻ ടോം ചാക്കോയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷൈൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് വിചിത്രമായിട്ടുള്ള പല വാദങ്ങളുമാണ്. റൺ കൊച്ചി റണ്ണുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇറങ്ങി ഓടിയത് എന്നാണ് ഷൈൻ പറയുന്നത്. എന്നാൽ ഷൈൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് അവൻ ആരെയൊക്കെയോ ഭയന്നിട്ട് ഇറങ്ങി ഓടിയതാണ് എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പോലീസ് ഇപ്പോൾ ഒന്ന് ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഷൈനെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നത് ആരൊക്കെയാണ്? ഇതിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയെ പൂട്ടേണ്ടതുണ്ട്. ഇതിനു മുൻപും ലഹരി കേസിൽ ഷൈൻ അറസ്റ്റിലായതാണ്. അന്നും പോലീസിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. കാരണം ഹൈക്കോടതിയിൽ കൃത്യമായ തെളിവുകളില്ലാത്തതിനാൽ കോടതി ഓടിക്കുകയാണ് ചെയ്തത്. അന്ന് ഷൈൻ ടോം ചാക്കോ കൊക്കൈനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ സുലഭമായി കിട്ടിത്തുടങ്ങിയതോടുകൂടി തന്നെ സിനിമാ സെറ്റിൽ ഇതൊക്കെ വ്യാപകമായി ഒഴുകുകയാണ്. ശ്രീനാഥ് ബാസിയുടെയും ഈ പറയുന്നത് പോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെയും പേരുകളാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പേരുകൾ. എന്നാൽ ഇവർ മാത്രമല്ല, മറ്റ് പലർക്കും ലഹരി എത്തുന്നുണ്ട്. നടിമാരുടെ കൈകളിലേക്ക് വരെ ലഹരി എത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. മുൻപ് പ്രയാഗ മാർട്ടിൻ ഇത്തരത്തിൽ ഒരു വിവാദത്തിൽപ്പെട്ടതാണ്. പക്ഷേ അന്നും തലനാരിഴയ്ക്ക് പ്രയാഗ രക്ഷപ്പെടുകയായിരുന്നു. ഇതുമാത്രമല്ല, സിനിമയിൽ നടന്മാർ മാത്രമല്ല, പുതുമുഖ നടിമാർ ഉൾപ്പെടെ പലരും ലഹരിക്ക് അടിമകളാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടത്തി തെളിവുകളോടെ ഇവരെയൊക്കെ പൂട്ടണമെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയാണല്ലോ. അതുകൊണ്ട് തന്നെ ഷൈനിനെ ഒന്ന് ഉഴുതുമറിച്ചെടുക്കണം. പക്ഷേ ഷൈനെ രക്ഷിച്ചെടുക്കാൻ ഒരു കൂട്ടം, സിനിമയിലെ തന്നെ ഒരു കൂട്ടർ തന്നെ അങ്ങേയറ്റം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പെട്ടുപോയത് വിൻസി അലോഷ്യസ് ആണ്. കാരണം വിൻസി അലോഷ്യസ് നടനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ അമ്മയും ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ തന്നെ വിൻസിക്ക് കൈയടിച്ചു. എന്നാൽ ഇപ്പോൾ ആ കൈയടികളൊന്നുമില്ല. കാരണം വിൻസിയെ വേട്ടയാടുന്ന നീക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെട്ടായിരിക്കാം വിൻസി മുൻപ് പറഞ്ഞിരുന്നു, പരാതിയുമായി മുൻപോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സിനിമ ഏതാണ്, ആ സിനിമയിൽ തന്നോട് മോശമായി പെരുമാറിയ നടൻ ആരാണ്, ആ വിവരങ്ങളൊന്നും പുറത്തു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് പരാതി കൊടുത്തത്. എന്നാൽ അത് ആരോ ചോർത്തി പോലീസിനും മാധ്യമങ്ങൾക്കും കൊടുത്തു. അങ്ങനെയാണ് ഈ വിഷയം വലുതാകുന്നത്. അന്ന് തന്നെ വിൻസിയുടെ കയ്യിൽ നിന്ന് ഇത് പോയി എന്ന് വിൻസിക്കും കുടുംബത്തിനും മനസ്സിലായിരുന്നു. പിന്നീട് അവർ മാധ്യമങ്ങളോടൊന്നും അധികം സംസാരിക്കാനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. കാരണം ഇവർ പൊരുതി നിൽക്കുന്നത് വലിയ ശക്തികളോടാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഷൈൻ ടോം ചാക്കോ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്, മറ്റ് പല ഗ്രൂപ്പുകളും ഇതിന് പിന്നിലുണ്ട്. മട്ടാഞ്ചേരി മാഫിയയുടെ പിന്നാമ്പുറങ്ങളിലേക്കാണ് ഈ കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രബല ശക്തിയോടാണ് വിൻസി അലോഷ്യസ് ഒന്ന് ഏറ്റുമുട്ടിയത്. അതുകൊണ്ട് തന്നെ വിൻസിക്ക് നേരെ ഇനി പല വേട്ടയാടലുകൾ ഉണ്ടാകും. ഇനി അവർക്ക് സിനിമകൾ കിട്ടാതാകും. സിനിമകൾ കിട്ടിയാൽ തന്നെ അവരെ ഒറ്റപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സർവ്വസാധാരണമായി ഇനി നടക്കും. WCC ഒക്കെ പറഞ്ഞിരുന്നത് വിൻസിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ്. എന്നാൽ പിന്നീട് WCC ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. പാർവതി തിരുവോത്തിനും ഇതുതന്നെയാണ് സംഭവിച്ചത്. വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ, ചില ശക്തികളോട് എതിർത്തതിൻ്റെ പേരിലാണ് അവർ സിനിമയിൽ നിന്നും തഴയപ്പെട്ടതും തള്ളപ്പെട്ടതുമൊക്കെ. എന്നിട്ടും പാർവതി പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് അവരുടെ കഴിവിൻ്റെ ബലം കൊണ്ടാണ്. കാരണം മലയാള സിനിമ ഇല്ലെങ്കിൽ അവർക്ക് പുറത്ത് മറ്റ് അന്യഭാഷാ സിനിമകളിലൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ആളാണ് പാർവതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇതൊന്നും കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് ഉള്ള ഒരു നിലപാടാണ് പാർവതിക്കുള്ളത്. ആ ഒരു നിലപാട് വിൻസിക്ക് ഉണ്ടാകുമോ? കാരണം വിൻസി ഒരു തുടക്കക്കാരിയാണ്. അത്തരത്തിൽ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ, ഒരു ശക്തമായി തന്നെ നിൽക്കാൻ വിൻസിക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ശക്തമാണ്. എന്തായാലും ഷൈൻ ഒരു പാവപ്പെട്ടവനാണ്, സിനിമയിൽ നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ആളാണ്, നല്ല ഹാർഡ് വർക്ക് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് സൂത്രവാക്യം ടീം സൂത്രപ്പണികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാനുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും മൗനം പാലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.